ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 2-ൻ്റെ ബാക്കി പകുതി സെക്കൻഡ് ഹാഫാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ പറഞ്ഞത് എബൌട്ട് എ സി ഫണ്ടമെൻ്റൽസ് ആയിരുന്നു. ദ റിമൈനിങ് ഹാഫ് ഇറ്റ് ഈസ് അബൌട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്. നമുക്കറിയാം എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ കാണുന്ന ഒരു ജനറൽ പ്രോപ്പർട്ടി എന്താ? പവർ ഓഫ് അട്രാക്റ്റിംഗ് സ്മോൾ പീസസ് ഓഫ് അയൺ അല്ലേ? ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പൊസസ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാഗ്നറ്റ് എന്ന് പറയാം. മെറ്റീരിയൽ വിച്ച് പൊസസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് മാഗ്നറ്റ്സ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഒരു അട്രാക്ഷനോ റിപ്പൾഷനോ എന്നാണ് നമുക്ക് തരുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അട്രാക്ഷനോ റിപ്പൾഷനോ ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് അതിന് മുന്നേ നമുക്ക് നാച്ചുറലായിട്ടൊക്കെ അറിയുന്ന ഒരു മാഗ്നറ്റ് ഉണ്ട്. ലോഡോസ്റ്റോൺ എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച മാഗ്നറ്റ്. അതൊരു സ്റ്റോണാണ്. അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, നമ്മൾ കാണുന്ന മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് നമുക്കറിയാം, അതിന് വളരെ വീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് അതിന് ചുറ്റുണ്ടായിരിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി നൾ അപ്ലിക്കേഷനാണ്. അതുകൊണ്ട് യാതൊരുവിധ മാഗ്നറ്റിക് ആപ്ലിക്കേഷൻസും പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ഡെവലപ്ഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലോയ്സ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ അതിനെ ചുറ്റും ഈ ഇലക്ട്രോ മാഗ്നറ്റിസം ഒക്കെ നടത്തി അതിനെ നമ്മൾ മാഗ്നറ്റാക്കി മാറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയാം അല്ലേ? പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ഒരു സപ്പോസ് വി ഹാവ് എ പീസ് ഓഫ് അയൺസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അയണോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോപ്പർ വൈൻഡിങ് അയണിന് ചുറ്റും നമ്മൾ വൈൻഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഈ ഇതിൽ കൂടെ ഒരു ഡി സി കറണ്ട് ഐ എന്ന് പറയുന്ന ഒരു ഡി സി കറണ്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ അയൺ കോർ എന്ന് നമ്മൾ പറയും. അയൺ കോറും വൈൻഡിങ്സും. ഓക്കെ, ഈ അയൺ കോറ് ഇറ്റ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റ് നമുക്കറിയാം. ഒരു നോർത്ത് പോൾ ഉണ്ടായിരിക്കും, സൗത്ത് പോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാഗ്നറ്റ് ആക്കി കഴിഞ്ഞ മെറ്റീരിയൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ റിട്ടൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മാഗ്നറ്റൈസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ വെൻ മാഗ്നറ്റൈസ്ഡ് റിട്ടൈൻ ദെയർ മാഗ്നറ്റിസം ഫോർ എ ലോങ് ടൈം ഈവൺ ആഫ്റ്റർ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഈ കറണ്ടിനെ നമ്മൾ പറയുന്നത്, ഈ കൊടുക്കുന്ന ഡി സി കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ദാറ്റ് പീസ് ഓഫ് അയൺ വിൽ ആക്ട് ആസ് എ മാഗ്നറ്റ് ഫോർ ദ എൻറ്റയർ ടൈം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ്, ഈ കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആ മെറ്റീരിയലിന് എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള മാഗ്നറ്റിക്കിന് അതിന് ഹൈ റിട്ടൻറ്റിവിറ്റി അതാണ് റിട്ടൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാൽ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. അത് മാത്രമല്ല അയണും ഉണ്ടായിരിക്കും. കാരണം മാഗ്നറ്റിക് മെറ്റീരിയൽസിനെല്ലാം ബേസ് എന്ന് പറയുന്നത് അയണാണ്. സോഫ്റ്റ് അയൺ. ഇനി നമുക്ക് വെറുതെ ഒരു സോഫ്റ്റ് അയൺ പീസ് എടുത്തു, സാധാ ഒരു അയൺ പീസ് എടുത്തു. അതിന് ചുറ്റും ഇതേമാതിരി ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. വെനെവർ വി ആർ സ്റ്റോപ്പിംഗ് ദ ഡി സി കറണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ത് ചെയ്യും? ആ മെറ്റീരിയൽ അതെന്ത് ചെയ്യും? അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലോസ് ആവും. ഓക്കെ, അതായത് സോഫ്റ്റ് അയണൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഇറ്റ് വിൽ ലോസ്റ്റ് മോസ്റ്റ് ഓഫ് ദെയർ മാഗ്നറ്റിക് സ്ട്രെങ്ത് വെൻ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലോസ്റ്റ് its magnetic properties. Such materials are called temporary magnets. Okay, these temporary magnets are more important. അതിന് നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ്സിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങോട്ട് വരുമ്പോൾ ടെമ്പററി മാഗ്നറ്റ്സിനാണ്, ടെമ്പററി ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്.
നമ്മുടെ ജനറേറ്റർ, മോട്ടോർ, ട്രാൻസ്ഫോർമർ തുടങ്ങിയ ഒരുവിധം എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലും മെഷീൻസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് പ്രസൻറ്റ് വി ആർ യൂസിങ് ടെമ്പററി മാഗ്നറ്റ്സ്. ഓക്കെ, സോഫ്റ്റ് അയൺ ടെമ്പററി മാഗ്നറ്റ്സ് ആണ് സാധാരണ എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ടാവുന്നത് നോക്കാം. നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്ന മാതിരി തന്നെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടും. അതായത് നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കുറേ കാര്യങ്ങൾ, കറണ്ട്, വോൾട്ടേജ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, അതിനൊക്കെ കമ്പയർ ആയിട്ട് നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട്സിന് ഒരുപാട് ടേംസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മാഗ്നറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് നേച്ചർ ഓഫ് മാഗ്നറ്റിസം, അത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ് സിമിലർ പോൾ റിപ്പൽ ഈച്ച് അതർ ആൻഡ് ഓപ്പോസിറ്റ് പോൾ അട്രാക്ട് ഈച്ച് അതർ. നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ മാഗ്നറ്റ്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ ഒരു ടേമാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അതായത് ഒരു മാഗ്നറ്റ് ഉണ്ട്, വി ഹാവ് എ മാഗ്നറ്റ്. ആ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. നോർത്ത് പോൾ സൗത്ത് പോൾ ആണെങ്കിൽ നമുക്ക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഡയറക്ഷനിൽ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിൻ്റെ പുറത്ത് കുറേ ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ്. ഓക്കെ, ഇങ്ങനെ പുറത്തോട്ട് പോയി അത് അങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടാവും. അതേമാതിരി ഈ സൈഡിൽ നിന്നും ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ പോകുന്നതൊക്കെ തിരിച്ച് സൗത്ത് പോളിലേക്കും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇതാണ് വരച്ചത്. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് ഒന്നും ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ആയിരിക്കും. ഒരെണ്ണം ഇൻഫിനിറ്റ് നമ്പർ ഉണ്ടെങ്കിലും അത് എല്ലാം പാരലലായിട്ടായിരിക്കുക. ഒന്നും പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മാഗ്നറ്റിൻ്റെ പുറത്താണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കും, മാഗ്നറ്റിൻ്റെ അകത്താണെങ്കിൽ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കും ആയിരിക്കും. ദേ വിൽ നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഓക്കെ, ആ ലൈൻസാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദ റീജിയൻ ഓർ സ്പേസ് around the poles of a magnet. അതായത് ഈ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഫോഴ്സ് നമ്മുടെ ഈ പോൾസിൻ്റെ അടുത്ത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവേ ചെയ്യുന്തോറും അതെന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, അതായത് നമുക്ക് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ പറയാൻ പോകുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇല്ലേ, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അത് ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ആണ്. ദെൻ ഒരുപാട് ലൈൻസ് ഉണ്ട്. ആ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് lines of force surrounding a magnet. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് മനസ്സിലായല്ലോ. ഒരു മാഗ്നറ്റിന് ചുറ്റും ഇങ്ങനെ ഒരുപാട് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഉണ്ടായിരിക്കും. അത് പോൾസിൻ്റെ അടുത്ത് സ്ട്രോങ്ങർ ആയിരിക്കും. when it goes away from pole it becomes weaker. അങ്ങനെ എത്ര നമ്പർ ഉണ്ടോ അതിനെ നമ്മൾ പറയുന്നതാണ്
മാഗ്നറ്റിക് ഫ്ലക്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഫൈ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഈസ് വെബർ. ഈ മാഗ്നറ്റിക് ലൈൻസിൻ്റെ യൂണിറ്റ് ആണ് മാക്സ്വെൽ എന്ന് നമ്മൾ പറയും. 10⁸ മാക്സ്വെൽ ഈക്വൽ ടു 1 വെബർ. അപ്പോൾ ഒരു വെബർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെബറാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10⁸ ലൈൻസ് ഉണ്ടാവും ഒരു മാഗ്നറ്റിന് ചുറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈം മാഗ്നറ്റിക് ഫീൽഡ്. അതിനോട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സും പറഞ്ഞു. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈമിലോട്ട് പോവാം. നമുക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് വരാൻ നോക്കാം. നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ആ കണ്ടക്ടർ കൂടെ കറണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ തമ്പ്, റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് എടുത്തു, നമ്മുടെ തമ്പ് ഇങ്ങനെ നിർത്തി, അപ്വേർഡ് ഡയറക്ഷനിൽ നിർത്തി. നമ്മുടെ ഫിംഗേഴ്സ് ഈ ഒരു ഡയറക്ഷനിൽ നിർത്തി, നമ്മൾ ലൈക്കൊക്കെ ചെയ്യാൻ വേണ്ടി പിടിക്കുന്ന മാതിരി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതിന് ചുറ്റുമുള്ള ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ, ഈ കറണ്ട് കണ്ടക്ടറിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലാണോ ഇരിക്കുന്നത് ആ ഡയറക്ഷൻ. താഴത്തോട്ട് പിടിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ അപ്വേർഡ് തമ്പ് പിടിക്കുന്നതിന് പകരം താഴോട്ട് പിടിക്കുകയാണെങ്കിൽ തമ്പ് എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു കോയിലിന് കൂടെയുള്ള കറണ്ട് കടന്നു പോകുമ്പോഴുള്ള ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ റൂളിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഇഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ is held by right hand so that the thumb points in the direction of current flow, then the fingers will point in the direction of flux. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക, കണ്ടക്ടറിൻ്റെ കറണ്ട് പോകുന്ന ഡയറക്ഷൻ നമ്മുടെ തമ്മിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ ബാക്കി ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക? നമ്മുടെ ലൈൻസ് ഓഫ് ഫ്ലക്സിന്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിനി ആദ്യം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞത് ആരായിരുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താണ് പറയുക? മാഗ്നറ്റിക് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള എത്ര ലൈൻസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുക. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഫൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതെന്താണ്? ഇമാജിനറി ലൈൻസ് ആണ്. അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഓക്കെ, ദെൻ ഓരോന്നും ക്ലോസ്ഡ് ലൂപ്പാണ്. അത് ഞാൻ പറഞ്ഞു, നമുക്കൊരു മാഗ്നറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലക്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് സൗത്ത് പോളിലെത്തി മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നോർത്ത് പോളിലേക്ക് തിരിച്ചെത്തും ഒരു ലൈൻ. അതാണ്. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പാണ്. ദെൻ രണ്ടാമത്തെ കാര്യം, ദേ ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഒരെണ്ണം തമ്മിൽ ക്രോസ് ചെയ്യില്ല. ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതെപ്പോഴും അതിനെന്താണ്? എപ്പോഴും ഒരു ചെറിയ പാത്ത് കൂടെ സഞ്ചരിക്കാനാണ് അതിന് ഇഷ്ടമുണ്ടാവുക. ഒരുപാട് ഇങ്ങനെ ബ്രോഡായിട്ട് പോകുന്നതിനേക്കാളും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് എന്ത് ചെയ്യുക? ദേ ട്രൈ ടു ഷോർട്ടൻ ദംസെൽസ്. അത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ദേ വിച്ച് ആർ പാരലൽ ആൻഡ് ഇൻ സെയിം ഡയറക്ഷൻ റിപ്പൽ ഈച്ച് അതർ. ഒരേ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മളിങ്ങനെ പറഞ്ഞു, ഇവരെല്ലാം പാരലൽ ആയിരിക്കും. പിന്നെ അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷനാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ക്ലോസ്ഡ് പാത്തിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. ദ ക്ലോസ്ഡ് പാത്ത് ഫോംഡ് ബൈ ദ ഫ്ലക്സ് ലൈൻസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വരുന്ന ടൈമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. രണ്ടാമത്തെ ടൈം തേർഡ് ടൈം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി.
അതായത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ബി എന്നാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയ, നമുക്കൊരു മാഗ്നറ്റ് ഉണ്ട്, അതിന് ചുറ്റും കുറേ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്തു, ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്തു. ആ ഏരിയയിൽ കൂടെ എത്ര മാഗ്നറ്റിക് ലൈൻസ് പോകുന്നുണ്ടെന്ന് നോക്കി. ഓക്കെ, ഇപ്പോൾ നമ്മൾ അറിയാൻ പറ്റില്ല, നമുക്കൊരു ഒരു പുഴയുടെ ഉള്ളിൽ കൂടെ കുറേ വെള്ളം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊരു ട്യൂബ് വെച്ചു, ഒരു വലിയൊരു പൈപ്പ് വെച്ചു. ഇപ്പോൾ ഈ പൈപ്പ് കൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ആ പൈപ്പിൻ്റെ ഏരിയ നമുക്കറിയാം. അപ്പോൾ ഇത്ര സമയം കൊണ്ട് ഇത്ര വെള്ളം പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിന് എത്ര, അതായത് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ഇറ്റ് ഇസ് റൈറ്റ് ആംഗിൾ ടു നമ്മുടെ ഫ്ലക്സ് ഇങ്ങനെ പോവാണ്, കുറേ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഏരിയ ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഈ ഏരിയയിൽ കൂടെ പോകുന്നു, ചിലപ്പോൾ 2000 ഫ്ലക്സ് പോകാം, ചിലപ്പോൾ 3000 ഫ്ലക്സ് പോകാം, ചിലപ്പോൾ 2 ഫ്ലക്സ് പോകാം. അങ്ങനെ ഈ ഒരു ഏരിയയിൽ കൂടെ, പർട്ടിക്കുലർ ഏരിയയിൽ കൂടെ പോകുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ബി ഈസ് ദ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്. ഫ്ലക്സിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ. അപ്പോൾ നമുക്കറിയാം ബിയുടെ ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ബൈ ഏരിയ, ഫ്ലക്സ് ബൈ ഏരിയ. യൂണിറ്റ് നമ്മൾ വെബറാണ് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ വെബർ പെർ ഏരിയയുടെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതിന് നമുക്ക് ബിക്ക് പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ട്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും പറയും. മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, ടെസ്ല എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടി ഉണ്ട്. ഓക്കെ, അടുത്തതാണ് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്, MMF. നമ്മൾ EMF പറഞ്ഞ മാതിരി തന്നെ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്, MMF. അപ്പോൾ MMF, നമ്മൾ EMF എന്ന് പറയുന്നത് എന്ത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രോണിനെ പുഷ് ചെയ്ത് വിടുന്ന ഫോഴ്സ്. അതേമാതിരി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു EMF വേണം. അതേമാതിരി തന്നെ MMF is the force which establish the magnetic flux in a magnetic circuit. Okay, അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ് which is causing the production of flux. അത് അനലോഗസ് ടു, അതായത് സിമിലർ ടു EMF in electric circuit. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറയുക, MMF, it is the force which establishes the magnetic flux in a magnetic circuit. അല്ലെങ്കിൽ നമുക്ക് force which causes the production of flux. Similar to EMF in the electric circuit. ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള EMFന് സിമിലർ ടു ആയിട്ടുള്ള ഫോഴ്സാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അതിന് നമ്മൾ MMF ഈക്വൽ ടു എഫ് എന്ന് സാധാരണഗതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്. അതായത് നമുക്കൊരു കോയിലുണ്ടല്ലോ, നമ്മൾ കറണ്ട് കടത്തി വിടുന്നത്. ഈ ഒരു കോയിലിൽ കൂടെ പോകുന്ന കറണ്ട് I ഇൻറ്റു ഈ കോയിലിൻ്റെ ടേൺസ് എത്ര ഉണ്ടോ ആ ടേൺസ് N. അപ്പോൾ ടേൺസ് കൂടുന്തോറും എന്ത് ചെയ്യും, അതിനുള്ള മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ N ഇൻറ്റു I, അതാണ് നമ്മുടെ MMFൻ്റെ ഇക്വേഷൻ. യൂണിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ, ആംപിയർ. പിന്നെ എത്ര ഉണ്ട്, എന്നിൻ്റെ യൂണിറ്റ് ടേൺസ്, അപ്പോൾ ആംപിയർ ടേൺസ്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായി AT എന്ന് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് MMF, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്.
സിമിലർ ടു EMF. ദെൻ നമ്മുടെ നെക്സ്റ്റ് ടേം ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ക്യാപിറ്റൽ ലെറ്റർ H വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ H. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MMF പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട്. നമ്മൾ MMF എന്താണെന്ന് പഠിച്ചു. അപ്പോൾ MMF പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ H is equal to MMF നമുക്ക് F എന്ന് എഴുതാം ബൈ യൂണിറ്റ് ലെങ്ത് L, NI/L. NI/L ആണ് നമുക്ക് എന്ത് വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അല്ല, ഇതിന് നമ്മൾ വേറെ പേരും പറയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്നൊക്കെ പറയും. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ കൂടുതൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, കൂടുതൽ മാഗ്നറ്റിസം വരുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് നമ്മുടെ H. അപ്പോൾ H കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മാഗ്നറ്റൈസേഷൻ അവിടെ നടക്കും. അപ്പോൾ യൂണിറ്റ് നമുക്ക് അപ്പോൾ അറിയാം എന്താണ് യൂണിറ്റ്, MMFൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺസ് ആൻഡ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ആംപിയർ ടേൺസ് പെർ മീറ്റർ ആണ് Hൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷനും കൂടി കിട്ടും. എന്താണ്, H is equal to MMF by യൂണിറ്റ് ലെങ്ത്, ഓർ MMF is equal to H into L എന്നുള്ളതും കൂടിയുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി നമുക്ക് Hന് ഒരു ഇക്വേഷനും കൂടി എഴുതാനുണ്ട്. അത് നമുക്ക് മാഗ്നറ്റിക് പെർമിയബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ഫോഴ്സ്, സപ്പോസ് നമുക്ക് രണ്ട് മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് ഉണ്ട്, M1 M2. ഓക്കെ, ഈ പറയാൻ പോകുന്ന മാഗ്നറ്റ് കൂളംസ് ലോ നമുക്ക് പറയാം. കൂളംസ് ലോ ഓഫ് മാഗ്നറ്റ്സ്. കൂളംസ് ലോ നമ്മൾ ചാർജസിനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത്. നൗ വി ഹാവ് ടു മാഗ്നറ്റിക് പോൾസ് M1 ആൻഡ് M2 ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D. ഓക്കെ, അതിരിക്കുന്ന ഒരു മീഡിയം. ഓക്കെ, ആ മീഡിയത്തിന് ഒരു പെർമിയബിലിറ്റി ഉണ്ടായിരിക്കും. ആ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു അയേൺ ഉണ്ട്, ഒരു വുഡൻ പീസ് ഉണ്ട്. അപ്പോൾ അയേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ചും കൂടി പെർമിയബിൾ ആവും മാഗ്നറ്റൈസേഷൻ. അതായത് ഈസി ആയിട്ട് മാഗ്നറ്റിക് ലൈൻസിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിടും. നമ്മുടെ കണ്ടക്ടറും ഇൻസുലേറ്ററും ഒക്കെ പറയുന്ന മാതിരി തന്നെ കണ്ടക്ടിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞ കണ്ടക്ടർ കൂടുതൽ കറണ്ടിനെ കടത്തിവിടും. അതേമാതിരി പെർമിയബിലിറ്റി കൂടിയ മെറ്റീരിയൽസ് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടും. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതാ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ. അതിന് ശേഷം നമുക്ക് കൂളംസ് ലോ പറയാം. പെർമിയബിലിറ്റി ആദ്യം പറയാം. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണ്. മ്യൂ, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ്. It is called, the property is called permeability. Unit of permeability is Henry per meter. Unit of permeability. Okay. അപ്പോൾ ഇനി ഇതിനകത്ത് വരുന്ന വേറൊരു ടേമാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുക മ്യൂ ആർ ആണ്. മ്യൂ ആർ. ഓക്കെ, ഇനി നമുക്ക് പെർമിയബിലിറ്റി ഓഫ് ഇവാക്വേറ്റഡ് സ്പേസ് ഓർ എയർ. നമുക്ക് വാക്വം, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതായത് നമുക്ക് മ്യൂ 0 എന്ന് പറയും. മ്യൂ 0 ഇസ് ദ
പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π ഇൻറ്റു മ്യൂവിൻ്റെ വാല്യൂ ഇല്ല, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് മ്യൂ വെച്ചിട്ട്. ഇപ്പോൾ μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സാധാരണ ഇതിൽ 4π ഇൻറ്റു 10⁻⁻⁷ ആണ് μ0 നമ്മൾ എടുക്കുന്ന വാല്യൂ. 4π ഇൻറ്റു 10⁻⁻⁷, ദറ്റ് ഈസ് ദ വാല്യൂ ഓഫ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. യൂണിറ്റ് നമുക്കറിയാം ഹെൻറി പെർ മീറ്റർ. ഇപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമിയബിലിറ്റി ഓഫ് നമുക്കൊരു പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി ഉണ്ടായിരിക്കും. അത് വിത്ത് റെസ്പെക്ട് ടു എയർ അല്ലെങ്കിൽ ഈ ഫ്രീ സ്പേസ്. അപ്പോൾ μ ഇസ് ഈക്വൽ ടു μ0 μr. ഇതാണ് നമ്മുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി ഡിവൈഡഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റി കിട്ടും. റിലേറ്റീവ് പെർമിയബിലിറ്റിക്ക് യൂണിറ്റ് ഒന്നും ഇല്ല. ഫ്രീ സ്പേസിൻ്റെ μ0ൻ്റെ വാല്യൂയാണ് 4π ഇൻറ്റു 10⁻⁻⁷. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. ഇതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ റിലേഷൻ ബിറ്റ്വീൻ B ആൻഡ് H, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B ആൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് H. B ഇസ് ഈക്വൽ ടു, ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. B ഇസ് ഈക്വൽ ടു μH or B is equal to μ0 μr into H. അടുത്ത ഈ നമ്മൾ പറയുന്ന ഓരോ ഇക്വേഷൻസും ഓരോ ടേംസും എപ്പോഴും കണക്റ്റഡ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് റെസിസ്റ്റൻസ് ആണ്. റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ S. ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു കറണ്ട് ഉണ്ടാവുന്നതിന് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഒപ്പോസ് ചെയ്യുന്നതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. സിമിലർലി ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് R is equal to R proportional to L/A. അതേമാതിരി തന്നെ റിലക്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട്. അതേമാതിരി ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതേമാതിരി S is equal to L/A. അപ്പോൾ ഒരു ഇക്വേഷൻ കൂടി എഴുതാം. L/μ0 μr/A. നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ ഒഴിവാക്കാൻ വേണ്ടി, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു ഇക്വേഷൻ S is equal to μ0 μr/A. ഇവിടെ നമുക്ക് അതേമാതിരി തന്നെ ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം R is equal to V/I എന്ന് എഴുതാം. അതേമാതിരി നമുക്ക് ഇവിടെ S is equal to mmf. വിക്ക് പകരം നമുക്കിവിടെ mmf, ഐക്ക് പകരം നമുക്ക് ഫ്ലക്സ്. ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇത് നമുക്ക് 3 മാർക്സിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ അത് 3 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് തന്നെ മേടിക്കാം. ഏതൊക്കെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഏതൊക്കെയാണ് അനലോഗസ് ടു മാഗ്നറ്റിക് സർക്യൂട്ട്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ആദ്യം നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് വരയ്ക്കുക. ഒരു കോളം വരച്ചിട്ട് ഇലക്ട്രിക് സർക്യൂട്ട്, അതിനകത്ത് വരച്ചു. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്.
ഇവിടെ നമുക്ക് ഒരു ഇ എം എഫ് എഴുതി, ഇ എം എഫ്, അതേപോലെ തന്നെ കറണ്ട് ഐ, റെസിസ്റ്റൻസ് ആർ, ഇത് രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ വി എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട് നമ്മൾ വരയ്ക്കണം. മാഗ്നറ്റിക് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ക്ലോസ്ഡ് മാഗ്നറ്റിക്, ഒരു അയൺ കോറാണ് വരച്ചിരിക്കുന്നത് കേട്ടോ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ മൈൻഡ് ചെയ്തു. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ഫ്ലക്സ് ആണ് ഇപ്പോൾ ഞാൻ വരച്ചത്, ഫ്ലക്സ് 5. അപ്പോൾ ഈ കോറിൽ കൂടെ, ഈ അയൺ കോറിൽ കൂടെ ഒരു ഫ്ലക്സ് 5 പോകുന്നുണ്ട്. നമ്മുടെ കറണ്ട് പോകുന്ന മാതിരി തന്നെ ഫ്ലക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് എം എം എഫ് ഉണ്ട് നമ്മൾ കൊടുക്കുന്നു. ദെൻ ഇവിടെ ഒരു കറണ്ട് കൊടുക്കുന്നു, അപ്പോഴാണ് അവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ഈ മെറ്റീരിയലിനൊരു റിലക്റ്റൻസ് ഉണ്ടായിരിക്കും, ഈ കോറിനൊരു റിലക്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് സർക്യൂട്ടായി. നമുക്ക് സിമിലാരിറ്റീസൊക്കെ ഒന്ന് നോക്കാം. സിമിലാരിറ്റി ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് കോൾഡ് ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറണ്ട്. ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറണ്ട് അല്ലേ, അതാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതേമാതിരി ക്ലോസ്ഡ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്, കറണ്ട് പോകാനുള്ള, കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കാരണം, കോസ് ഫോർ കറണ്ട് ഫ്ലോ, ദാറ്റ് ഈസ് ഇ എം എഫ്. ഇ എം എഫ് ഈസ് ദ കോസ്. ഇവിടെ നമുക്ക് എന്താണ് എം എം എഫ്. എം എം എഫ് ഈസ് ദ കോസ് ഫോർ ജനറേഷൻ ഓഫ് ഫ്ലക്സ്. ഫ്ലക്സ് ജനറേറ്റ് ചെയ്യാനുള്ള കോസ്. ദെൻ മൂന്നാമത്തെ റെസിസ്റ്റൻസ്, ഓപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ. ഓപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ ഈസ് റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് ഓപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഫ്ലക്സ് എന്ന് നമ്മളെന്ത് പറയുന്നു, റിലക്റ്റൻസ്. ദെൻ അടുത്തൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി. ഇവിടെ നമുക്ക് ഇലക്ട്രിക് കറണ്ടിൽ കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു കറണ്ട് ബൈ ഏരിയ. യൂണിറ്റ് നമുക്ക് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് വരുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി, ലെറ്റർ ബി ഇസ് ഈക്വൽ ടു 5/A. യൂണിറ്റ് ടെസ്ല അല്ലെങ്കിൽ ഫ്ലക്സ് വെബർ പെർ മീറ്റർ സ്ക്വയർ. ദെൻ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ L/A. ഇവിടെ നമുക്ക് റിലക്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു L/μA. ഇവിടെ നമുക്ക് വരുന്ന ടേം കണ്ടക്റ്റൻസ്. ഇത് റിലക്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് ആണ്. അവിടെ എത്തിയപ്പോൾ റിലക്റ്റൻസ് ആയി. ഇവിടെ കണ്ടക്റ്റൻസ് ഉള്ളത് അവിടെ എത്തിയപ്പോൾ പെർമിയൻസ്. ഓക്കെ, 1/, റെസിസ്റ്റൻസ് ആണ് കണ്ടക്റ്റൻസ്, 1/, റിലക്റ്റൻസ് ആണ് പെർമിയൻസ്. ദെൻ ഡിസിമിലാരിറ്റി നമുക്ക് ചോദിക്കാം. ഡിസിമിലാരിറ്റി എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഇത് കുറേ ഒരേപോലത്തെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് കറണ്ടിൻ്റെ കേസ് അറിയാം. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ആക്ച്വലി ഫ്ലോ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ആക്ച്വലി ഫ്ലോസ് ഇൻ ദ ഇലക്ട്രിക് സർക്യൂട്ട്, ബട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡസ് നോട്ട് ആക്ച്വലി ഫ്ലോ ഇൻ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. അതിങ്ങനെ ഇലക്ട്രിക് കറണ്ട് മാതിരി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുന്നുണ്ടാവില്ല. ദെൻ രണ്ടാമത്തെ, ഇലക്ട്രിക്കിൽ നമുക്കറിയാം എനർജി ഈസ് റിക്വയർഡ് ആസ് ലോങ് ആസ് കറണ്ട് ഫ്ലോ അല്ലേ. നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, എനർജി വേണം. പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ ഉണ്ടാവണമെന്ന്. അതിന് നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റിന് വേറെ എനർജി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എനർജി ഈസ് റിക്വയർഡ് ഓൺലി ടു ക്രിയേറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്, നോട്ട് ടു മെയിൻറ്റെയിൻ ഇറ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിസിമിലാരിറ്റി കിട്ടി. എന്താണ്, ഫസ്റ്റ് ഇലക്ട്രിക് സർക്യൂട്ടിന് എന്ത് വേണം, എനർജി ഈസ് റിക്വയർഡ് ആസ് ലോങ് ആസ് കറണ്ട് ഫ്ലോസ്. Then magnetic circuit energy is required only to create the magnetic flux but not to maintain it. അതേമാതിരി മൂന്നാമത്തെ ഇലക്ട്രിക് സർക്യൂട്ടിൽ നമുക്ക് എഴുതാം ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റെസിസ്റ്റൻസും കോൺസ്റ്റൻ്റ് ആയിരിക്കും.
പക്ഷേ മറ്റേ കേസിൽ എന്ത് ചെയ്യുക, റിലക്റ്റൻസ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, റിലക്റ്റൻസ് ഫ്ലക്സ് ഡെൻസിറ്റി അനുസരിച്ചിട്ട് മാറും. ദർ ആർ മെനി ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ്, ദർ ഈസ് നോ മാഗ്നറ്റിക് ഇൻസുലേറ്റർ. അതായത് മാഗ്നറ്റിസം എല്ലാത്തിനെയും ഇത് ചെയ്ത് കിടക്കുമെന്നാണ് പറയുന്നത്. ഒരു മാഗ്നറ്റിക് ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം പോസിബിളേ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്ലാസ് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ട് തിയററ്റിക്കൽ സാധനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തമ്മിലുള്ള യൂണിറ്റ്സും ഇക്വേഷൻസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.